റിപ്പോർട്ട് ബ്രേക്കിംഗ്. നേരത്തെ നമ്മൾ വാർത്ത വായിച്ചു തുടങ്ങിയ സമയത്താണ് ആ പ്രധാനപ്പെട്ട വാർത്ത വന്നത്. സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിനെതിരെ ഓർത്തഡോക്സ് സഭ നിലവിൽ വന്നു രംഗത്ത് വന്നിട്ടുണ്ട്. കേരളം അതിദാരിദ്ര്യമുക്തമെന്ന് പറയാനുള്ള സമയമായിട്ടില്ലെന്നാണ് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യൂഹന്നോൻ മാർ ദിയോസ്കോറസ് പറഞ്ഞത്. പ്രതിപക്ഷം പറയുന്നതിൽ കഴമ്പുണ്ടെന്നും ദാരിദ്ര്യവും അതിദാരിദ്ര്യവും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്നും ഓർത്തഡോക്സ് സഭ ചോദിക്കുന്നുണ്ട്. നമ്മൾ ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. പ്രഖ്യാപനം നല്ലതാണ്, അത് കേൾക്കാൻ കൊള്ളാമല്ലോ. കാരണം കേരളീയരെ സംബന്ധിച്ച് കേരളത്തിൽ ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും വളരെ ഭംഗിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിദാരിദ്ര്യ മുക്തമാണ് കേരളമെന്ന് പറയാറായോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ദാരിദ്ര്യവും അതിദാരിദ്ര്യം തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തുന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പൂർണ്ണമായും ആ പ്രഖ്യാപനത്തിന് ഉള്ളിൽ നാം നിൽക്കുന്നവരായോ എന്ന് ഒന്ന് പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിദാരിദ്ര്യം ഇല്ല എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും സന്തോഷം ഉണ്ടാകും. പക്ഷെ അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ എല്ലാം അതുപോലെ തന്നെയാണോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ലേബി സജീന്ദ്രൻ, പ്രതിപക്ഷവും ചില വിദഗ്ധരും ഉയർത്തിയ വിമർശനങ്ങൾക്ക് പുറമെ ഒരു സഭ ഇതാദ്യമായിട്ടാണ് അത്തരമൊരു വിമർശനം ഉയർത്തുന്നത്. അതേസമയം നേരത്തെ യാക്കോബായ സഭ പൂർണ്ണമായിട്ടും ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോഴാണ് ഓർത്തഡോക്സ് സഭ നിലപാട് വ്യക്തമാക്കുന്നത്. എന്താണ് ഓർത്തഡോക്സ് സഭയുടെ ഈ നിലപാട്, ലേബി സജീന്ദ്രൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറസ് എന്ന് പറയുമ്പോൾ അത് കോട്ടയം ഭദ്രാസനാധിപൻ എന്നുള്ളത് മാത്രമല്ല പ്രസക്തി, ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ വിഭാഗത്തിന്റെ മേധാവി കൂടിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു അഭിപ്രായ പ്രകടനം ഒരു മെത്രാപ്പോലീത്ത നടത്തുമ്പോൾ അത് വേണമെങ്കിൽ അത് വ്യക്തിപരമായി വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. എന്നാൽ ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഈ രാഷ്ട്രീയ വിഷയത്തിൽ വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയ മറുപടി തന്നെയാണ്. കാരണം സഭയുടെ ഭാഗത്തുനിന്നുള്ള ഒരു നിലപാടായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാനും സാധിക്കും. കാരണം ഈ ഒരു നിലപാട് ഒരു മാധ്യമ വിഭാഗം മേധാവി പറയുമ്പോൾ, മാധ്യമത്തിലൂടെ പറയുമ്പോൾ സ്വാഭാവികമായി നിലപാടായി വ്യാഖ്യാനിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അതിദാരിദ്ര്യ പ്രഖ്യാപനത്തിലുള്ള സഭയുടെ ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ മറുപടിയായി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ സഭയുടെ ഓരോ പ്രതികരണത്തിനും പ്രസക്തിയുമുണ്ട്. ആ നിലയ്ക്ക് ദാരിദ്ര്യവും അതിദാരിദ്ര്യവും എങ്ങനെയാണ് വേർതിരിച്ചറിയാൻ സാധിക്കുക? അതുമാത്രമല്ല, സഭയ്ക്ക് കീഴിൽ തന്നെ 100-ലധികം പരാതികൾ ഇത്തരത്തിൽ ഭവനരഹിതരായവരുടെ വീടിനായുള്ള അപേക്ഷകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോഴെങ്ങനെയാണ് അതിദാരിദ്ര്യ സംസ്ഥാനം എന്ന്, അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക? അതിലൊരു ആശയക്കുഴപ്പം തന്നെയാണ് സഭ പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ അരുൺ, ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായ പ്രതികരണം എന്ന് വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കില്ല. കോട്ടയം ഭദ്രാസനാധിപനായിരിക്കുമ്പോഴും അദ്ദേഹം മാധ്യമ വിഭാഗത്തിന്റെ മേധാവി ആയതുകൊണ്ട് തന്നെ സഭയുടെ ഒരു ആശങ്ക തന്നെയാണ് ഈ ഘട്ടത്തിൽ ഓർത്തഡോക്സ് സഭ പങ്കുവച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.